ഞാൻ മോറിഷ്യസ് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിൽ വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പത്തെ എൻ്റെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും കളമശ്ശേരിയാണോ കോട്ടയമാണോ, ആരും വിശ്വസിക്കുന്നില്ല അത് മോറിഷ്യസ് ആണെന്ന് പറഞ്ഞിട്ട്. കാരണം തനി കേരളം, തമിഴ്നാടും കേരളമൊക്കെ പോലത്തെ സ്ഥലം. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് കേരളമല്ലത്. അതാണ് ഇവിടെ നമ്മൾ വന്ന് ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചത്. ഇത് മോറിഷ്യസിലെ ഐലൻഡാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഐലൻഡിലെ ട്രോബിഷ് എന്ന് പറയുന്നൊരു അടിപൊളി ബീച്ചാണ്. നല്ല ചിരി കൊള്ളാം. ഞാനിപ്പം മോറിഷ്യസിൽ ഒരു ട്രോബിഷ് എന്ന സ്ഥലത്ത് സത്യം പറഞ്ഞാൽ നേരെ കാണുന്ന റിസോർട്ടുകളിൽ ജോലി അന്വേഷിച്ച് വന്നു. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ആട്ടി വിട്ട് ഇവിടെ ഫുൾ ആൾക്കാരുണ്ട്, ഇവിടെ വിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ കിടക്കുന്ന ബീച്ചൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ബീച്ചൊന്ന് കണ്ടു. ഇത് നമ്മൾ നോക്കാൻ നേരം ഇവിടെ വെള്ള കളർ, അപ്പുറത്ത് നീല കളർ. ഈ ക്യാമറ ശരിക്കും മനസ്സിലാവില്ല. അതിൻ്റെ അപ്പുറത്ത് പച്ച കളർ, അങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇപ്പം എന്തൊക്കെയോ സംഭവം. കണ്ടൽക്കാടാണോ അതോ കല്ലിൻ്റെ ഇടയ്ക്ക് കാടാണോ എന്തോ ഒരു സാമാനം. ഇത് കാണാൻ നല്ല രസമുണ്ട്. ആകാശമൊക്കെ താഴോട്ട് വീണ് കടലിൽ വീഴാൻ കിടക്കുന്ന പോലെ വിജലിപ്പിച്ച് കിടക്കുന്നുണ്ടോ. അതുകൊണ്ടൊരാൾ വെള്ളത്തിൽ മുങ്ങി വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പൊരു സായിപ്പിനെ കണ്ടു. അങ്ങേര് വന്നിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം എന്തൊക്കെയോ പറഞ്ഞ് വലിപ്പിച്ചിട്ട് പോയി. നല്ല രസമുണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഉണ്ടോ കുറേ കരുവാളം കല്ലുകൾ, കരുവാളം കല്ലുകൾ തന്നെ ഉരുണ്ട് കിടക്കുന്നു. ഇത് കണ്ടോ കണ്ടൽക്കാട്. എന്നാന്നറിയാൻ പാടില്ല, കല്ലിൻ്റെ ഇടയ്ക്ക് കട്ടയ്ക്ക് മരം നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ ഈ ടൈപ്പ് അല്ലല്ലോ ബീച്ച്. ഇതൊരുമാതിരി വേറെ ടൈപ്പ് ബീച്ച്. കടലിലും നടുക്കാണ് പോകാൻ. കടലിലും നടുക്ക് പെട്ടുപോയി. എൻ്റെ വീണ്ടും കടല്. ഇത് കണ്ടിട്ട് കല്ലാണോ വേറെ എന്തെങ്കിലുമാണോ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. കല്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. അത് ഈ കല്ലിൻ്റെ ഇടയ്ക്ക് വന്ന് ആരും ഇത്രയും കഷ്ടപ്പെട്ടിരിക്കത്തില്ലായിരിക്കുമല്ലോ. അവിടെ കപ്പലൊക്കെയാണെന്ന് തോന്നുന്നു. എന്താ കാണുന്ന മലയോ എല്ലാം ഉണ്ട്. ജോലി മാത്രമല്ല. സോറി. ഈ ഹോട്ടലുകാർക്ക് എന്നെ നഷ്ടപ്പെട്ടു. വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ നഷ്ടം. ഇത് കണ്ടപ്പോൾ എനിക്ക് ദശാവതാരം ഓർമ്മ വന്നു. ഇവിടെ വന്നിരുന്നു തുളയൊക്കെയുണ്ടല്ലോ. ആരാ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു. എനിക്ക് പുതിയൊരു ബിസിനസ് പ്ലാൻ കിട്ടി. നാട്ടിലെ അക്യൂറിയം കടക്കാർക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്താലോ. ഇപ്പം നല്ല വെറൈറ്റി സാമാനങ്ങൾ. ഇവിടെ നീല കളർ വെള്ളം, വെള്ള കളർ വെള്ളം, നീല കളർ വെള്ളം. ഇത് കണ്ടോ ഗൈസ്, നേരത്തെ പറഞ്ഞില്ലേ നീല പച്ച വെള്ളം എന്നൊക്കെ. ഇവിടെ നീലക്കടൽ. ഇങ്ങോട്ട് മാറി ഇവിടെ വരാൻ നേരം ആ ഏരിയയിൽ ഞാൻ കുറച്ച് പച്ചക്കടലും കണ്ടു. ഈ നീല കളർ വീഡിയോക്കകത്ത് സൺബാത്തിന് കിടക്കുന്നുണ്ടോ ആൾക്കാർ. ഇരിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ഒരു മണിക്കൂർ 5 മിനിറ്റായി. എന്നിട്ടും ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. കയാക്കിംഗ്, സ്വിമ്മിങ്.
എന്ത് പ്രതിഭാസം ഒന്നും അറിയത്തില്ല. ഇപ്പുറത്ത് നീലയും ഇപ്പുറത്ത് വെള്ളം. ഇത് ആകാശം കാരണമാണ്. വെള്ളത്തിൻ്റെ പ്രത്യേകത ആവാൻ ചാൻസ് ഇല്ല. വെള്ളം എല്ലായിടത്തും ഒഴുകി കിടക്കും. ആകാശത്തിൻ്റെ എന്തിൻ്റെയാണെന്ന് അറിയണം. നല്ലൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രത്യേകത? ഒരു സൈഡിൽ വെള്ളയും അപ്പുറേ സൈഡിൽ നീല, അപ്പുറേ സൈഡിൽ നീല. ഈ ക്യാമറ കാണത്തില്ല. അവിടെ ആയിട്ട് പച്ചയായിട്ടാണ് തോന്നുന്നത്. പറയോ ഇതൊക്കെ കാണാനല്ലേ ജീവിക്കുന്നതെന്ന്. സത്യമാണ്. നമ്മുടെ ജീവിതം വേസ്റ്റാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ അയാളുടെ ജീവിതം പക്ഷെ വേസ്റ്റ് അല്ല. എന്നിട്ടും അങ്ങനെ പറയുമോ? വെയിൽ വന്നപ്പം കളർ വ്യത്യാസമുണ്ട്. കാണാം. അവിടെ പച്ച കളർ, ഇവിടെ ബ്ലൂ കളർ. വെയിൽ വരുമ്പോൾ എനിക്ക് മനസ്സിലായി ആകാശത്തിൻ്റെ എന്തോ കളിയാണ്. ആകാശത്തിൻ്റെ എന്തോ കളിയാണ്. അവിടെ നീല വരെ പച്ച കാണാം. വെയിലടിച്ചാണോ കല്ല് കറുത്തു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളാരം കല്ലുകളൊക്കെ. ഇന്ത്യൻസ് ആയിരിക്കും ഇന്റർനാഷണൽ പ്ലാൻ ചെയ്തത്. ബെസ്റ്റ് ഓപ്ഷൻ മൗറീഷ്യസ് ആയിരിക്കും. കാരണം 10 ദിവസത്തേക്ക് വിസ മാത്രം മതി. അല്ല, പാസ്പോർട്ട് മാത്രം മതി. വിസയുടെ പോലെ ആവശ്യമില്ല. പിന്നെ ബീച്ചുകളാണെങ്കിൽ ഫുഡ് എല്ലാവർക്കും പെട്ടെന്ന് പറ്റും. കാരണം കേരള ഫുഡ് തന്നെ. എന്നിട്ട് കൺഫ്യൂഷൻ ആവും, നമ്മുടെ നാടാണോ? കേരള ഫുഡാണ് ഉള്ളിവിടെ. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഇന്ത്യൻസ് 60% ആൾക്കാരുണ്ട്. പിന്നെ ഒരു 10% ഫ്രഞ്ച്, 20% ആഫ്രിക്കക്കാരില്ലാത്ത ആഫ്രിക്കൻ ഭൂഖണ്ഡം. അതിനെപ്പറ്റി പറയാനുള്ളത് മൗറീഷ്യസ്. കണ്ടാലും ആഫ്രിക്കൻ തോന്നുന്നു. അല്ലാത്തൊരു സംഭവം. 5 മിനിറ്റ് ഒന്ന് കാണാൻ വന്നേ 2-2.5 മണിക്കൂറായി. അങ്ങനെ ഈ പോയിൻ്റ് ഓഫ് വിഷയം ഞാൻ പോവാം. സ്ഥലം എടുത്തിട്ടല്ല. എൻ്റെ ഫോണിൽ ഇനി 5% ചാർജേ ഉള്ളൂ. പോകുന്ന വഴി ഇനി ഈ നാട്ടുകാരോട് ഫോണൊന്നുമില്ല പിടിച്ചിരിക്കാൻ പാടില്ല. ഇവന്മാരുടെ ഭാഷയൊക്കെ ഭയങ്കര ക്രയോളോ കൊറോണ അങ്ങനത്തെ ഒരു ഭാഷയാണ്. ഫ്രഞ്ചിൻ്റെ ഒരു ബ്രീഡ്. ആമയോ എൻ്റെ ആമ ആമയെന്ന് പറഞ്ഞ ഒരാളെന്നെ പറ്റിച്ച്. മീൻ പിടിക്കാൻ പോകാൻ ഫിഷർമാൻ വീടും തോന്നുന്നു. ചാർജ് തീർന്നു. ഇത് കണ്ട വയസ്സ് എല്ലാ നാട്ടിലും അന്ധവിശ്വാസമാണ്. ഇവിടെ മൗറീഷ്യസിലും എൻ്റെ കുരുതി എങ്ങനെ നടന്നതെന്ന് തോന്നുന്നു. കുറേ പൂവും കുങ്കുമപ്പൂവും പട്ടുപാവാടയും അല്ല പാൽപ്പായസവും പാലും വെള്ളവും എന്നൊക്കെ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാണോ എവിടൊക്കെയാണോ നടക്കുന്നത്? അവിടെ കല്ലുംകാട്ട് നീല തുറച്ചാൽ സാമാനം കെട്ടി. ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാനേ പറ്റുന്നില്ല വീട്ടിലോട്ട്. ഇതേമാതിരി ഓവർ ഭംഗി ഇവിടെ. നല്ല ബസ്സുണ്ട് കാര്യം. അല്ല, വെള്ളത്തിന് ഒരു ആഴമില്ല. എനിക്കൊന്ന് പകുതി വരെ ഈ ഒരു ലെവലിലാന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ ഇത്. അത് ഗോവയിലൊക്കെ നോക്കും. ഗോവയിലെയും വെള്ളം ഏകദേശം ഇതുപോലെ ഒരു പകുതി വരെ, ഒരു നമ്മുടെ കാലിൻ്റെ പകുതി നീളത്തിലെ വെള്ളം കാണത്തുള്ളൂ. പ്രകൃതി രമണി. കുട്ടിക്കളി മാറാത്ത കുട്ടിയും കുട്ടിക്കളി മാറാത്ത തന്തയും. വെറുതെ പച്ചത്തക്കാളി കിട്ടി. വീട്ടിൽ പോയി കറി വെക്കാന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടി കടലിൽ കല്ലെടുത്ത് എറിയുക. എന്നിട്ട് കൊച്ചിനോട് പോയി എടുത്തിട്ട് വരിക.
എടുത്തിട്ട് ഇടാൻ പറയാം. എന്തൊക്കെ കളി. ആഹാ, ഇത് പട്ടി തന്നെ, അത് വേറെ എന്തെങ്കിലും ആണ്. ഇത് ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നത്തില്ല. ആ സൈസ് വ്യൂ. ഇവിടുത്തെ വെള്ളമൊക്കെ ഉണ്ടോ, ഒരു കലക്കമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേസ്റ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയ നാട്ടുകാർ. പതിഞ്ഞണ്ട് കട. ओनर तो न्यूयॉर्क वाले थे. एक जगह देख लिया लेकिन अच्छा नहीं है, इसलिए हम मना कर दिया. वो ट्रियोलेट में इधर से हम पैदल वॉकिंग है नहीं, लेकिन बस नहीं है, पता है इसलिए. മൊത്തം വളഞ്ഞു വീണ് ഓടുന്നുണ്ട്. നാട്ടിലാണ് അച്ചോർത്തി കൊണ്ടുവച്ചായിരുന്നു.